നമ്മുടെ കൺവെൻഷണൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പം ബിടെക് എന്ന് പറയുന്നത് കേരളത്തിലെ തമാശകളുടെ കൂട്ടത്തിൽ ഒന്നാണ്. കാരണം റാൻഡമായിട്ട് നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ അതൊരു ബിടെക്കുകാരൻ്റെ തലയിൽ വീഴുമെന്നാണ് കേരളത്തിലെ പുതിയ ജനറേഷൻ്റെ തമാശ. അപ്പോൾ അത്തരത്തിൽ ബിടെക് പഠിച്ച കുട്ടികളുടെ ഒരു അതിപ്രസരം നാട്ടിലുണ്ടായിരിക്കുമ്പോൾ ഈ പുതിയ കാലഘട്ടത്തിനോട് അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ സർക്കാർ കോളേജുകളും യൂണിവേഴ്സിറ്റികളും എന്തുമാത്രം ശ്രമങ്ങൾ നടത്തണം എന്നാണ് സാറ് കരുതുന്നത്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മോഡറേറ്റർ പറഞ്ഞ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ് നമ്മൾ തുടങ്ങേണ്ടത് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിൽ ഇപ്പം അത് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ NEP 2020. അപ്പം ഏകദേശം NEP എന്ന് പറയുന്നത് നമ്മുടെ ഒരു തേർഡ് റെവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ചേഞ്ച് എന്ന് പറയാം. നമുക്ക് ഇന്ത്യയിൽ ഫുള്ള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് മേജർ ചേഞ്ചാണ്. പിന്നെ ഇടയ്ക്കൊരു മൈനർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പം വന്നിരിക്കുന്ന 10+2 എന്നുള്ള സ്കീം മാറിയിട്ട് ഇപ്പം വന്നിരിക്കുന്ന 5+3+3+4 എന്നുള്ള സ്കീം വന്നിട്ടുണ്ട്. അപ്പം ഇനിഷ്യലി സ്കൂളിൽ തന്നെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് NEPയുടെ ഒരു ഇതിൽ പറയുന്നത്. അതേകൊണ്ട് തന്നെ നമ്മുടെ 30% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഓൺലി ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ് എന്നാണ്. അപ്പോൾ അതിനെ ഏതർ 2030 ആകുമ്പോൾ നമുക്ക് 60% ആക്കണം, അല്ലെങ്കിൽ ഇഫ് പോസിബിൾ 90 or 100%. ഇതൊക്കെ എയിം ചെയ്തിട്ടാണ് നമ്മുടെ NEP കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതേ രീതിയിൽ നമ്മുടെ ചില ബോർഡ്സ് NEP ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്കൂൾസിൽ, അതേ രീതിയിൽ തന്നെ ചില ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ഇപ്പം NEP ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ NEP ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിവേഴ്സിറ്റീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ന്യൂ ഏജ് കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ന്യൂ ഏജ് കോഴ്സസിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ നോക്കിയാൽ ഒരു എഞ്ചിനീയറിംഗ് സിലബസ് എടുത്താൽ അതിപ്പം ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിലബസാണ് പറയുന്നതെങ്കിൽ, എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് എടുത്താൽ അല്ല ജസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് മാത്രമല്ല ഉള്ളത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് കോർ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ സയൻസ് കോർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടുന്ന റിലേറ്റഡ് മാത്തമാറ്റിക്സ് എന്തൊക്കെയാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്തൊക്കെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് നേരത്തെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സ് ഫുള്ള് പഠിക്കണം ഫസ്റ്റ് ഇയർ, കെമിസ്ട്രി ഫുള്ള് പഠിക്കണം, മാത്സ് ഫുള്ള് പഠിക്കണം. അതിന് പകരം നമ്മുടെ ഓരോ ബ്രാഞ്ചിനും അനുസൃതമായിട്ടുള്ള മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി നമ്മൾ പഠിക്കുന്നു, ഇനിഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നു. അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഫോർ ഇൻറ്റേൺഷിപ്സ്, പ്രോജക്ട്സ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പോകാം. ഞാനൊക്കെ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ പോവുകയാണ്, മേ ബി ഒരു 6 months ഇൻറ്റേൺഷിപ്പ് എന്ന് അവിടെ പറയുന്നു, അതിലൊരു 3 months നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തു തിരിച്ചു. ഇപ്പം അങ്ങനല്ല. ഇപ്പോഴത്തെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ NEP ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾ MNCസിൽ പോകണ്ട, നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ഏതൊക്കെയാണ് കമ്പനീസ് എന്ന് നോക്കുക. അതുവഴി നിങ്ങളുടെ ഇപ്പം ഈവൻ ഇറ്റ്സ് എ കോളേജസ് ഇൻ എ വില്ലേജ്, ഒരു വില്ലേജിലുള്ള കോളേജ് ആണെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾ നോക്കുക. ഇപ്പം ഞാനൊരു ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ എൻ്റെ നോളജ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആ ഇൻഡസ്ട്രിയിൽ ഇമ്പാർട്ട് ചെയ്യണം. അതേ രീതിയിൽ തന്നെ അവിടുന്ന് എനിക്ക് ഗെയിൻ ചെയ്യാവുന്ന പ്രാക്ടിക്കൽ നോളജും എൻ്റെ ലൈഫിൽ കൊണ്ടുവരണം. അപ്പം അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയറിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു, തേർഡ് ഇയറിൽ ചെയ്യുന്നുണ്ട്, ഫൈനൽ ഇയറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഇയർ ഞാൻ എൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്കറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് വേണ്ടത്. അങ്ങനത്തെ കുറേ കോഴ്സസാണ് NEP ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതി എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതിൽ ശരിക്കും അത് പ്രോഗ്രാം ചെയ്യുന്നത് നമ്മളാണ്. അപ്പം നമുക്ക് അറിയണം വാട്ട് ഈസ് നീഡഡ് ഫോർ ദ സൊസൈറ്റി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയ നമ്മൾ ഗെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡേറ്റാ സയൻസിലൊക്കെ നമ്മൾ കാൽവെപ്പ് നടത്തുന്നത്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടിക്ക് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ChatGPTക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ChatGPT ഉടനെ ഐ നീഡ് എ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ 10 പേജ് അല്ലെങ്കിൽ പറയണം 10 പേജുള്ള പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 10 പേജുള്ള പ്രസൻറ്റേഷൻ വരെയാണ്. കുട്ടി അത് കൊണ്ടുവന്ന് ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ആസ് എ ടീച്ചർ നമ്മൾ നോക്കേണ്ടത് അത് ChatGPT ആണോ, അതിൻ്റെ ബേസിക് ഐഡിയാസ് ആ കുട്ടിക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ആ കുട്ടിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വളർത്താം. അപ്പോൾ അത് വളർത്തണമെങ്കിൽ നമുക്കറിയണം ഹീ ഷുഡ് റീഡ് ദ ബുക്സ്, അല്ലെങ്കിൽ ബേസിക് ടെക്സ്റ്റ് ബുക്സ് എന്തായാലും റീഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനുള്ള ഈവൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇതിനൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുട്ടിയോട് ടെക്സ്റ്റ് വായിക്കാൻ പറയാം, അതിനുശേഷം എന്താണോ വേണ്ടത് അത് ChatGPTയോട് ചോദിക്കാം. അപ്പം ഒരിക്കലും നമ്മൾ പറയില്ല നമ്മൾ ഡെവലപ്മെൻറ്റ്സ് മാറ്റി നിർത്തണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതേ രീതിയിൽ തന്നെ ഇപ്പം ഈ അമൃത യൂണിവേഴ്സിറ്റി, ഇപ്പം ഞങ്ങളുടെ കുറേ കോഴ്സസ് ഉണ്ട്. ഞങ്ങൾക്ക് ലിവിൻ ലാബ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതെന്ന് പറഞ്ഞാൽ തേർഡ് ഇയറിലെ കുട്ടികൾ ഈ സൊസൈറ്റിയൽ ഒരു ഇന്ത്യയിൽ ഐഡൻറ്റിഫൈ ചെയ്ത 101 സൊസൈറ്റീസിൽ വില്ലേജസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി അവരുടെ കൂടെ താമസിച്ച് അവരുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് phase 1. phase 2 നമ്മൾ പോയിട്ട് അതിന് സൊല്യൂഷൻസ് ഇമ്പാർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന രീതിയിൽ വെറുതെ അവിടെ പോയി താമസിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിലബസിൽ അവർ ഫസ്റ്റ് ഇയർ നമ്മൾ ചോദിക്കും ഹു ഓൾ ആർ ഇൻട്രസ്റ്റഡ് എന്നുള്ളത് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ. അപ്പോൾ അവർ പറയും ഞങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ നമ്മൾ അവർക്കൊരു ഇൻ്റർവ്യൂ നടത്തും, അവർക്കൊരു മെൻറ്ററിനെ അസൈൻ ചെയ്യും, അവരാ സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നതെന്നുള്ള പറയും. പിന്നെ അവർക്ക് ക്വസ്റ്റ്യൻ ഇയർ എങ്ങനെ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം
ചെയ്യണം. പിന്നെ അവർക്ക് ഇൻ്റർവ്യൂസ് നമ്മൾ നടത്തി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ആ സൊസൈറ്റിയിലോട്ട് പോകുന്നത്. അപ്പം റിമോട്ട് വില്ലേജസിൽ അവർ പോയി താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ഷോർട്ട് കമ്മിങ്സ് കണ്ടുപിടിച്ചിട്ട് വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് ഇവർ ഇനി സൊല്യൂഷനുമായിട്ടാണ് പോകുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരിടത്ത് പോയപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് വെരി ലെസ് എന്ന് കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ മഷ്റൂം കൾട്ടിവേഷൻസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി. അപ്പം ഓൾ ഓഫ് എ സഡൻ നമുക്ക് നോർത്ത് ഇന്ത്യയിലെ ഒരു റിമോട്ട് വില്ലേജിൽ മഷ്റൂം കൾട്ടിവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ കേരളത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസസിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോവുകയാണ്. അപ്പം ഇതേ രീതിയിൽ നമ്മുടെ എല്ലാ കോളേജസും അതേ രീതിയിൽ വേറൊരു കോഴ്സ് നമുക്കുള്ളതെന്ന് വെച്ചാൽ സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. SSR പ്രോജക്ട്സ് ഉണ്ട്, സ്റ്റുഡൻറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സസ് നമ്മൾ ന്യൂ ഏജ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും മെഷീൻ ലേണിംഗ് വന്നാലും എന്ത് വന്നെന്ന് പറഞ്ഞാലും സ്കിൽ ബേസ്ഡ് കോഴ്സസും കൂടെ നമ്മുടെ കരിക്കുലത്തിൽ എല്ലാ കോളേജസും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ പറഞ്ഞ രീതിയിൽ NEP 2020 ഈസ് നോട്ട് ജസ്റ്റ് ഫോക്കസിങ് ഓൺ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. നമ്മുടെ ഗവൺമെൻറ് സ്കൂൾസിനും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിനും എല്ലാത്തിനും കൂടി ചേർത്താണ് NEP 2020 വന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ എൻട്രൻസിന് പുതിയ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. ഇവൻ എനിക്കിപ്പം ലക്ഷങ്ങൾ ചിലവാക്കി ഞാൻ പോയി എൻട്രൻസ് കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് IITയും സെൻട്രൽ ഗവൺമെൻറ് ചേർന്നിട്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സാർ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഇങ്ങനത്തെ വേദികളിൽ ചർച്ച ചെയ്ത് നമ്മൾ ആക്ച്വലി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അസ് ഐ സെഡ് ലൈക്ക് ഈവൻ AI വരാം, ഡേറ്റ സയൻസ് വരാം, എന്ത് വന്നാലും ബേസിക്കലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അവർ സൊസൈറ്റിയൽ നീഡ്സ് ആൻഡ് ദെൻ പ്രിപ്പയർ ഫോർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ പറ്റുമല്ലോ.